ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത പനീർ ബട്ടർ മസാല റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ അതുണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നാൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് ഇന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ അഥവാ മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് തൈരാണ്. തണുത്ത തൈര് ഇതിലേക്ക് യൂസ് ചെയ്യല്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ കൂടി തടവി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് നമുക്കിത് മാവിലൊന്ന് മുക്കാം. അതിനുശേഷം ഇതുപോലെ പരത്തിയെടുക്കണം. റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുന്നവരുമുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ ഓവൽ ഷേപ്പിൽ നാനാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഓവൽ ഷേപ്പിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഓവൽ ഷേപ്പ് ട്രൈ ചെയ്യുകയാണ്. ഒരറ്റം കൂർത്തതും ഒരറ്റം റൗണ്ട് ഷേപ്പിലുമാണ് വേണ്ടത്. ഏകദേശം റെഡിയായി കിട്ടുന്നുണ്ട്. നമ്മളിത് പരത്തുമ്പോൾ ഒരുപാട് പൊടി ഇതിലേക്ക് ചേർക്കരുത്. ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തത് മതിയാകും. അതിനുശേഷം ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. നമുക്കിതൊന്നങ്ങ് ചുട്ടെടുക്കാം. നമ്മൾ ചുട്ടെടുക്കുമ്പോൾ തവ നല്ലപോലെ ചൂടായിരിക്കണം. ഞാനിപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് തവയിലാണ് കാണിക്കുന്നത്. നോൺ സ്റ്റിക്ക് അല്ലാത്ത തവയിലാണ് ഞാൻ ചുട്ടെടുക്കുന്നതെങ്കിൽ നാൻ്റെ ഒരു ഭാഗത്ത് വെള്ളം തേച്ച് കൊടുക്കുക. അപ്പം ഈ നാന് തവയിലങ്ങ് ഒട്ടിപ്പിടിക്കും. അതിനുശേഷം ഒരു ഭാഗം റെഡി ആയതിനു ശേഷം നമുക്ക് തവ തീയിൽ കാണിച്ച് നമുക്ക് നാൻ്റെ മറുഭാഗം ചുട്ടെടുക്കാവുന്നതാണ്. അതായത് തീയിൽ ചുട്ടെടുക്കാവുന്നതാണ്. നോൺ സ്റ്റിക്ക് അല്ലാത്ത സാധാ തവയുള്ളവർക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ കൈവശം അതില്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ പ്ലെയിൻ നാൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ നാൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. തവ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇതുപോലെ നാൻ ഇട്ട് കൊടുക്കാം. നല്ല ചൂടിൽ തന്നെ വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഒരു വശം റെഡി ആകുമ്പോൾ അത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബബിളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നാൻ പരത്തിയെടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാൻ കിട്ടും. അങ്ങനെ നമ്മുടെ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബട്ടർ നാനാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് കാണാം. കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ അത് നമുക്ക് ബട്ടർ നാനാക്കി മാറ്റാം. അങ്ങനെ നമ്മുടെ ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർലിക് ബട്ടർ നാൻ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇതുപോലെ പരത്തിയതിനു ശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഗാർലിക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടി ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് പരത്തുക. അതിനുശേഷം ഇത് നമുക്ക് ചുട്ടെടുക്കാം. എനിക്ക് ഗാർലിക് ബട്ടർ നാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. പനീർ ബട്ടർ മസാലയും കൂടെ ഉണ്ടെങ്കിൽ പറയുകയേ വേണ്ട. നല്ലൊരു കോമ്പിനേഷനാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. റെസ്റ്റോറൻറ്റിലൊന്നും പോയി നാൻ മേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി നോക്കാം. ഇതുവരെ നാൻ ഒന്നും കഴിച്ചിട്ടില്ലാത്തവർക്കും വീട്ടിൽ തയ്യാറാക്കി നോക്കാവുന്നതാണ്. നമുക്കിത് ഈസ്റ്റ് ചേർത്തും കുഴയ്ക്കാവുന്നതാണ്. പക്ഷേ ഈസ്റ്റ് ചേർത്താൽ അതിൻ്റേതായ ഒരു സ്മെല്ലുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത് ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു സ്മെല്ലൊന്നും വരുന്നില്ല. അങ്ങനെ നമ്മുടെ ഗാർലിക് ബട്ടറും ഇവിടെ റെഡി ആവുകയാണ്. നമുക്ക് കുറച്ച് ബട്ടർ കൂടി ഇതിലേക്ക് തേച്ച് കൊടുക്കാം. അങ്ങനെ ഗാർലിക് ബട്ടർ നാൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 വെറൈറ്റീസ് ആയിട്ടുള്ള നാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തി തന്നു. വളരെ ഈസിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി കാണും വരെ ബൈ.